PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPM നടപടി നേരിട്ട പ്രമോദ് കോട്ടൂളിയാണ് അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടത്. നാടകീയമായി വികാരഭരിതനായാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അമ്മയ്ക്കൊപ്പമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അമ്മയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ വിവാദത്തിൽ തനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഒരു സത്യഗ്രഹത്തിന് താൻ ഒരുങ്ങുകയാണെന്ന വിവരം കൂടി പ്രമോദ് കോട്ടൂളി പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്. അല്ല, ഇപ്പോൾ പ്രമോദ് ഇതേക്കുറിച്ച് പറയുകയാണ്, അതിലേക്ക് തന്നെ പോകാം. എൻ്റെ ജനിച്ച അമ്മയാണത്, എനിക്ക് ജന്മം തന്ന അമ്മയാണ്. ആ അമ്മയെ എനിക്ക് ബോധ്യപ്പെടുത്തണം. ആ അമ്മയുടെ മകൻ അഴിമതി നടത്തിയിട്ടുണ്ടോ, പണം വാങ്ങിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞാൻ നേരത്തെ കടലാസ് ഞാൻ പറഞ്ഞല്ലോ. വരട്ടെ ഞാൻ അങ്ങോട്ട് പോവാണ്. നിങ്ങളെയും വിളിക്കും. നിങ്ങൾ എന്നെ വാർത്ത അതെ ഉണ്ടോന്നുള്ളതൊക്കെ നോക്കാം. ഈ പറയുന്ന വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രമോദ് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ആളോട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതാരാണ്, എപ്പോഴാണ് പണം കൈമാറി ചെയ്തത്, ആരെങ്കിലും ആ രീതിയിൽ പ്രമോദ് ഇടപെടുകയോ അയാളെ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും എന്റെ മുന്നിൽ എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ചിത്രം ഞാൻ ഏറ്റുവാങ്ങിക്കും. ഇതിലെ രണ്ട് കാര്യം, പ്രമോദ് ഇപ്പൊ അവരെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ പോകുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത് ബോധ്യമാവാത്തത്? അതായത് ഞാൻ ആദ്യം മകനാണായത്, അതിന്റെ ശേഷമാണ് സഖാവായത്. എനിക്ക് എന്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ആ രക്ഷിതാവിന് അത് മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിബീഷ, എന്തായാലും പ്രമോദ് ഇപ്പോൾ ചേവായൂരിലെ പരാതിക്കാരന്റെ വീട്ടിലേക്ക് ാണ്. പ്രമോദിന്റെ അമ്മയും ഒപ്പം മകനുമെല്ലാം ഈ ഒരു യാത്രയിലുണ്ട് എന്നുള്ളതാണ്. പ്രമോദ് പ്രധാനമായും പറഞ്ഞ തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവ് ഹാജരാക്കണം. കഴിഞ്ഞ 5 ദിവസമായി താൻ കോഴ വാങ്ങി എന്ന് പറഞ്ഞ് തന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ്. ഏത് അന്വേഷണവുമായി താൻ സഹകരിക്കും, താൻ ആദ്യം ആയത്, അതുകൊണ്ട് തന്റെ അമ്മയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പരാതി ആദ്യം പാർട്ടിക്ക് നൽകിയ വ്യക്തിയുടെ വീട്ടിലേക്ക് പ്രമോദ് പോകുന്നത്. എന്തായാലും പ്രമോദ് ഒരു പ്ലക്കാർഡുമായി ആണ് പോകുന്നത്. അതായത് അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ആർക്കാണ് താൻ പണം കൊടുത്തത്, ആർക്ക്, എന്ന്, എവിടെ വെച്ച് പണം നൽകി എന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. റിയാസ്, കാര്യങ്ങളുടെ ഗതി മാറുകയാണ്. PSC അംഗത്വത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തുക വെറുതെ അല്ല. പ്രമോദ് കോട്ടൂളി നമുക്കറിയാം, അവിടുത്തെ ഒരു ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒരു ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ PSC പോലുള്ള ഒരു സ്ഥാപനത്തിലെ അംഗത്വം എന്നുള്ള വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ ഒരു പേര് കൂടി പുറത്തേക്ക് വരികയാണ്. ശ്രീജിത്ത് എന്ന ആളുടെ പേരാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീജിത്ത് ആണ് ഈ പണം നൽകിയെന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി പോകുന്നത്. അദ്ദേഹം വളരെയധികം വികാരഭരിതനാണ്. നാടകീയമായാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് തന്നെ. പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താനുണ്ട്, കൂടുതൽ വിവരങ്ങൾ പറയാനുണ്ട്. ഈ ഘട്ടത്തിൽ പക്ഷേ അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവന പോലും നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇനിയും പ്രമോദിന് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഈ ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ വെച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പ്രമോദ് സൂചിപ്പിക്കുമ്പോൾ ഇനി എന്തൊക്കെ CPM-ൽ പ്രതീക്ഷിക്കാം? തീർച്ചയായും എന്തായാലും പ്രമോദ് ആ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രമോദും പ്രമോദിന്റെ അമ്മയുണ്ട്. ഈ വാഹനവ്യൂഹം നമുക്ക് കാണാം. ഇപ്പോൾ പ്രമോദിന്റെ അമ്മയും മകനുമാണ് കാറിലുള്ളത്. ഇപ്പോൾ പരാതിക്കാരനായ ശ്രീജിത്തിന്റെ ചേവായൂരിലെ വീട്ടിലേക്കാണ് പ്രമോദ് അമ്മയ്ക്കും മകനുമൊപ്പം പോകുന്നത്. അതിൽ പ്രമോദ് പ്രധാനമായും അവിടെ ആ വീടിന് മുന്നിൽ ഇരുന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആരാണ് പരാതി നൽകിയത്, ആർക്കാണ് പണം നൽകിയത്, എന്ന് പണം നൽകി, എപ്പോൾ, എവിടെ വെച്ച് പണം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ്. പ്രമോദ് എടുത്തു പറഞ്ഞ ഒരു കാര്യം, താൻ ആദ്യമായാണ് ഈ ഒരു വീട്ടിലേക്ക് ഇന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി പോകുന്നത് എന്നുള്ളതാണ്. ഇതാ പ്രമോദിന്റെ വാഹനം ആ വീടിന് മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോൾ
എന്തായാലും പ്രമോദ് അവിടെ എത്തി ഒരുപക്ഷെ ആ വീടിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രമോദ് പറഞ്ഞൊരു കാര്യം, താൻ ആദ്യം ഒരു മകനാണ് ആദ്യമായി ആയത്, അതുകൊണ്ട് തന്റെ അമ്മയെ ആദ്യം ബോധ്യപ്പെടുത്തണം, പിന്നീടാണ് താനൊരു സഖാവായത്, അത് കഴിഞ്ഞ് താൻ പാർട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. റിയാസ്, ഈ കാര്യത്തിൽ പ്രമോദ് കോട്ടുളിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ആ ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ ശക്തമായ ചേരികളുണ്ട്. അതിലൊരു ചേരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് പ്രമോദ് കോട്ടുളി. സ്വാഭാവികമായും മറുചേരിയുടെ ചില തന്ത്രങ്ങൾ പ്രമോദിനെതിരെ ഉണ്ടായി എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണോ അദ്ദേഹത്തിന്റെ വാക്കുകളും സൂചിപ്പിക്കുന്നത്? തീർച്ചയായും, കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് അവിടെ വെച്ചോ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയി പറയും. എല്ലാം താൻ തുറന്നു പറയും. ഇതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, തന്നെ ഒതുക്കാൻ ചില ആളുകൾ പ്രവർത്തിച്ചു എന്ന തരത്തിലാണ് പ്രമോദ് കോട്ടുളി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഈ പാർട്ടിയിലെ ഉൾപ്പെടെയുള്ള വിഭാഗീയതയുടെ ചില സൂചനകൾ തന്നെയാണ്. മാത്രമല്ല, ഏരിയ കമ്മിറ്റി ഇന്ന് ചേർന്ന ഏരിയ കമ്മിറ്റി യോഗം ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. മാത്രമല്ല, നടപടിയെക്കുറിച്ചുള്ള വിവരം തന്നെ ഇതുവരെ താൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. എന്തായാലും വളരെ വൈകാരികമായിട്ടാണ് ഈ പ്രമോദ് കോട്ടുളി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് ആ ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പോലും ഇന്നത്തെ ഏരിയ കമ്മിറ്റി യോഗത്തെക്കുറിച്ച് തന്നെ അറിയിച്ചു പ്രമോദ് കോട്ടുളി പറയുന്നു. എന്തായാലും കോഴിക്കോട് CPM-ൽ നാടകീയമായ വൈകാരികമായ സംഭവങ്ങളാണ് പ്രമോദ് കോട്ടുളിയുടെ ഈ നടപടിയോടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ പാർട്ടിയുടെ നടപടിയെ അത്ര ചെറുതായി കാണുന്നില്ല. നടപടി വാങ്ങിച്ച് വീട്ടിലിരിക്കാൻ പ്രമോദ് കോട്ടുളി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തുടർ നടപടികൾ വ്യക്തമാക്കുന്നത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ നൽകിയതായി പറയപ്പെടുന്ന ആ ശ്രീജിത്ത് എന്ന ആളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുളി. അദ്ദേഹത്തിനൊപ്പം അമ്മയുണ്ട്, മകനുണ്ട്. അവിടെ സത്യഗ്രഹം ഇരിക്കുമെന്നാണ് കോട്ടുളി പറയുന്നത്. അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുമെന്നും പ്രമോദ് കോട്ടുളി പറയുന്നു. ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം കൈമാറി തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അല്ലാതെ ഏരിയ കമ്മിറ്റി അംഗമായ തന്നെ അറിയിക്കാതെ ഒരു കമ്മിറ്റി ചേർന്ന് ഒരു നടപടിയെടുത്താൽ, മാധ്യമങ്ങളിലൂടെ അറിയിച്ചാൽ അത് അംഗീകരിച്ച് കൈയും കെട്ടി വീട്ടിലിരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചാണ് പ്രമോദ് കോട്ടുളി ഇപ്പോൾ നീങ്ങുന്നത്. റിയാസ്, പ്രമോദ് കോട്ടുളിയെ സംബന്ധിച്ച് കോഴിക്കോട്ടെ സമര രംഗങ്ങളിലെല്ലാം തന്നെ CPM-ന്റെ സജീവമായ സാന്നിധ്യമാണ് പ്രമോദ് കോട്ടുളി. അവിടെ നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. CPM-ലെ ഉന്നത നേതാക്കളുമായിട്ടൊക്കെ വളരെ വ്യക്തിപരമായ അടുത്ത ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം അത് വളരെ ഗൗരവതരമാണ്. കേവലം ഒരു സ്ഥലം മാറ്റത്തിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയെന്നുള്ളതല്ല. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 60 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുമുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് നേരെ ഉയരുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ജില്ലാ നേതൃത്വം സംശയിക്കേണ്ടതല്ലേ? ആ സംശയം അവരിൽ നിന്ന് ഉണ്ടായെങ്കിൽ തന്നെ അവർ ആ സംശയം മറച്ചു പിടിച്ചോ എന്നുള്ള ഒരു CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ഇന്നത്തെ നടപടിയിൽ കാണാം. ജില്ലാ കമ്മിറ്റിക്ക് താക്കീത് നൽകിയിരിക്കുകയാണ്. കേവലം ഈ കമ്മിറ്റിക്ക് ആകെ നൽകിയ ഒരു താക്കീതിൽ ഈ പ്രശ്നം ഒതുങ്ങുമോ? ജില്ലാ നേതൃത്വത്തിലെ പലരിലേക്കും ഇനിയും CPM-ന്റെ അച്ചടക്ക മുന നീളാനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും പ്രമോദ് കോട്ടുളി വ്യക്തമാക്കുന്നത് തനിക്കെതിരെ ഉള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത തനിക്കുണ്ട്. പ്രത്യേകിച്ച് താൻ ആദ്യം ഇത് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ അമ്മയെയാണ്, തൻ്റെ മകനെയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ പരാതി നൽകിയ ശ്രീജിത്ത് എന്ന് പറയുന്ന ചേവായൂരിലെ വ്യക്തിയുടെ ചേവായൂരിലെ വീട്ടിന് മുന്നിൽ താൻ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് പ്രമോദ് കോട്ടുളി ഇപ്പോൾ നീങ്ങുന്നത്. വലിയൊരു വാഹനവ്യൂഹം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രമോദ് കോട്ടുളി നീങ്ങുന്ന ആ ഒരു വഴിയിൽ നമുക്ക് ഈ വാഹന വ്യൂഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും വലിയ ഒരു തിരക്കാണ്, വലിയൊരു ബ്ലോക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രമോദ് കോട്ടുളി പറഞ്ഞ ഒരു കാര്യം, തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിനെക്കുറിച്ച് ആരാണ്, ഇതിനൊക്കെ പിറകിൽ ആരാണ്, തനിക്കെതിരെ ആരോപണം ഉയർന്നു വന്നതിൻ്റെ പിറകിൽ ആരാണ്, തനിക്കൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായുള്ള ബന്ധം എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം. തനിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നവർ അക്കാര്യത്തെക്കുറിച്ച് കൃത്യമായി മറുപടി നൽകണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ വാർത്തയിൽ കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകും. പ്രമോദ് കോട്ടുളി പണം നൽകി എന്ന്